ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു സജ്മീസ് കുക്കിംഗ് ആർട്ട്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിൽക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ബട്ടർ മിൽക്ക് റെഡിയാക്കി വെക്കുകയാണ്. 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വെക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് പതഞ്ഞ് പോകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിനോടൊപ്പം തന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഷുഗറൊക്കെ മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ എഗ് ബാറ്റർ. ഓക്കെ, ഇത് ഇത്രയും മതി. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓയിലും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പവുമായിരിക്കും. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ച് എളുപ്പവുമായിരിക്കും. നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിൽ കട്ടയൊന്നുമില്ലാണ്ട് കിട്ടുകയും ചെയ്യും. ഓവർ മിക്സ് ചെയ്യേണ്ട, പയ്യെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിയുടെ റെഡി ആയിട്ട് ഞാൻ എല്ലാ ഫ്ലോർ മിക്സും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിൻ എടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 7 ഇഞ്ച് ആണെങ്കിൽ അതായാലും മതിയാകും. അപ്പോൾ നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കേക്ക് ടിന്നിൽ ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ബട്ടർ പേപ്പർ ഇട്ടു. അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ അധികമായി പോകരുത്, ആവശ്യത്തിന് മതിയാകും. അധികമായാൽ നമ്മളുടെ കേക്കിൻ്റെ എഡ്ജസൊക്കെ കുറച്ച് ഹാർഡായി പോവും. അതാണ്. ഓക്കെ, ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് മുന്നേ ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് എസ്കേപ്പ് ആയിക്കോളും. ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. ഇതിൻ്റെ അടിയിലൊരു തവയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്കാണ് കേക്ക് ടീന് വെക്കുന്നത്. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റ് കണ്ടിന്യൂസ് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലും കൂടി നന്നായിട്ട് വേഗം തന്നെ ബേക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ എഡ്ജസൊക്കെ. എന്നിട്ട് ഉള്ളിലോട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ നല്ല ചൂടുള്ള ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. 1/2 കപ്പ് ഫ്രഷ് ക്രീം. അധികം തിളപ്പിക്കരുത്. ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നോളൂ. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ളായിട്ടങ്ങ് അലിഞ്ഞോളും. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡിന് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഞാൻ ഈ ബൗളിലുള്ള നാണയമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുകയാണ്. അതിനുശേഷം 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
1 ടീസ്പൂൺ വാനില എസൻസും നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരവും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മധുരം ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മധുരം പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്കിത് നല്ല സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ കമത്തി നോക്കുമ്പോൾ താഴത്ത് വീഴാത്തൊരു ടൈപ്പ്, അതാണ് നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് 1/4 കപ്പ് എടുത്തു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്രോസ്റ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ടേൺ ടേബിളിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് നൈഫ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ക്രീം നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം പ്രോസസ്സ് ചെയ്തെടുക്കാം കേട്ടോ. വെറ്റാക്കി കൊടുക്കുക, വിപ്പിംഗ് ക്രീം സ്പ്രെഡാക്കുക, എന്നിട്ട് ചോക്കോ ചിപ്സും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേർഡ് ലെയർ വെക്കാം. എന്നിട്ട് തേർഡ് ലെയറും വെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ക്രം കോട്ട് ചെയ്തെടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ സെയിം പ്രോസസ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ തേർഡ് ലെയർ ആയിട്ടുണ്ട്. തേർഡ് ലെയർ ഞാൻ വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലും സൈഡ്സിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സെക്കൻഡ് ലെയർ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ ക്രീമും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാത്തോടും സ്പ്രെഡാക്കിയിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ക്രീം സ്പ്രെഡാക്കുന്നതിന് മുന്നേ നമ്മുടെ നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ സ്പ്രെഡാക്കിയതിന് ക്രീമൊന്നും പാടില്ല. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. സൈഡ്സൊക്കെ ഇതുപോലെ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. ഓരോ ഇത് സ്പ്രെഡാക്കിയതിന് ശേഷം ഒന്ന് നൈഫൊന്ന് തുടക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ സൈഡ്സിലിങ്ങനെ മുകളിലിരിക്കുന്നുണ്ടല്ലോ എഡ്ജസിലൊക്കെ, അതൊക്കെ ഇങ്ങനെ പയ്യെ നൈഫ് കൊണ്ട് ഇങ്ങനെ തുടച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് മുന്നേ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ ഈ കേക്കിൻ്റെ സൈഡ്സിലുള്ള ക്രീമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് കേക്കിൻ്റെ സൈഡ്സിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗനാഷൊക്കെ ഒഴിക്കുമ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിരിക്കുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഞാനിപ്പോൾ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ കേക്കിൻ്റെ ബേസ് പാടി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനത് വെക്കുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷൊന്നും നിലത്തോട്ട് വീഴാണ്ട് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗനാഷ് ഒന്ന് കട്ടിയായി പോയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതിയാകും. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡ്സിൽ കിടക്കുന്നതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നമുക്കിത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ.
ഇനി നമുക്ക് ഇത് ബാക്കി വന്ന നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെറിയൊരു സ്റ്റാർ നോസിൽ യൂസ് ചെയ്ത് സൈഡ്സിലും കൂടി ഡെക്കറേറ്റ് ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം വലിയ സൈസ് ഷുഗർ ബോൾസ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കണ്ട കേട്ടോ. നിങ്ങളപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ ഇത് നടുക്ക് നെയ്മ് കൂടി എഴുതാനുണ്ട്. എന്നിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ ഞാനിവിടെ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി കേക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. Thanks for watching.